നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. KSFE ഏജന്റ്സ് അസോസിയേഷൻ CITU ജില്ലാ കൺവെൻഷൻ നടന്നു. ഏജന്റുമാരുടെ കമ്മീഷൻ വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം. സുസ്ഥിരവും സുരക്ഷിതവുമായ നിക്ഷേപമാണ് KSFE എന്ന് KM മനോഹരൻ. നിരവധി മേഖലകളിൽ ചിട്ടിയുടെ കൈത്താങ്ങുണ്ടായിട്ടുണ്ടെന്നും മനോഹരൻ. കോർപ്പറേഷനിലെ UDF അഴിമതി. LDF നടത്തുന്ന അനിശ്ചിതകാല സത്യാഗ്രഹം തുടരുന്നു. 9 ദിവസം പിന്നിട്ടിട്ടും ബന്ധപ്പെട്ടവർ നിസ്സംഗത തുടരുന്നതായി VK പ്രകാശിനി. പയ്യാമ്പലം ശ്മശാനത്തിലേക്ക് എടുകാര്യസ്ഥതയിലും രൂക്ഷ വിമർശനം. ഭരണകൂടം ഓട്ടോ തൊഴിലാളികളെ അവഗണിക്കുന്നു. കാര്യമറിയാതെയാണ് പലരും പ്രതികരിക്കുന്നതെന്ന് MA കരീം. മിനിമം ചാർജ് പോലും അപര്യാപ്തം. പരാമർശം ഓട്ടോ തൊഴിലാളി യൂണിയൻ STU തൊഴിലാളി സംഗമത്തിൽ. വാർത്തകൾ വിശദമായി. KSFE ഏജന്റ്സ് അസോസിയേഷൻ CITU ജില്ലാ കൺവെൻഷൻ കണ്ണൂർ സി കണ്ണൻ സ്മാരക മന്ദിരത്തിൽ നടന്നു. CITU ജില്ലാ ജനറൽ സെക്രട്ടറി KM മനോഹരൻ ഉദ്ഘാടനം ചെയ്തു. സമീപ ദിവസങ്ങളിലെല്ലാം തന്നെ നമ്മുടെ മാധ്യമങ്ങൾ തൊഴിൽമേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ നിങ്ങളെ ശ്രദ്ധയിൽ പെടുന്നുണ്ടാകും. KSFE ഏജന്റുമാരായിട്ട് കമ്മീഷൻ അല്പം കുറവാണെങ്കിലും വരുമാനം അല്പം കുറവാണെങ്കിലും ഒരു തൊഴിൽ ചെയ്യാനുള്ള പശ്ചാത്തലം നമുക്ക് കേരളത്തിനകത്ത് ഉണ്ടെങ്കിൽ ഇന്ത്യക്കകത്ത് ഉന്നത വിദ്യാഭ്യാസം നേടിയവരുടെ തൊഴിലില്ലായ്മയുടെ കണക്കുകൾ തന്നെ പ്രസിദ്ധീകരിക്കുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് IIT-കളും IMM-കളും എല്ലാം. അവിടെ നിന്ന് ഓരോ വർഷവും പുറത്തു വരുന്ന വിദ്യാർത്ഥിനികൾക്ക് തൊഴിൽ ലഭിക്കുന്നത് പരിമിതമായിട്ടുള്ളത് മാത്രമാണ്. KSFE ഏജന്റുമാരുടെ കമ്മീഷൻ വർദ്ധിപ്പിക്കണമെന്ന് കൺവെൻഷൻ ആവശ്യപ്പെട്ടു. അഡ്വക്കേറ്റ് P സന്തോഷ് അധ്യക്ഷത വഹിച്ചു. KP സുരേന്ദ്രൻ, M സത്യേന്ദ്രൻ, K പങ്കജാക്ഷി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ചക്കരക്കൽ യൂണിറ്റ് തിരിച്ചറിയൽ കാർഡ് വിതരണം ചക്കരക്കൽ വ്യാപാരി ഭവനിൽ നടന്നു. ചക്കരക്കൽ സബ് ഇൻസ്പെക്ടർ B സനൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ഗവൺമെന്റുകൾ നിരവധി തിരിച്ചറിയൽ കാർഡുകൾ നമ്മൾ ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട്. ആധാർ കാർഡ്, അതുപോലെ തന്നെ റേഷൻ കാർഡ്, പാസ്പോർട്ട്, ഇതുപോലെയുള്ള തുടങ്ങിയ നിരവധി കാർഡുകൾ. പക്ഷെ നമുക്കറിയാം, നമ്മൾ കൊടുക്കുന്ന ID കാർഡിന്റെ ആ ക്ലാരിറ്റി പോലും, ഒരു ഫോട്ടോയുടെ ഒരു ക്വാളിറ്റി പോലും മറ്റ് ഗവൺമെന്റ് നൽകുന്ന ഒരു ID കാർഡിൽ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെയാണ് സംഘടന നിരന്തരമായി ആവശ്യപ്പെടുന്നത് ആധാർ കാർഡ്, അതുപോലെ തന്നെ റേഷൻ കാർഡ്, പാസ്പോർട്ട്. ഇപ്പൊ പാസ്പോർട്ടിൽ ഇപ്പൊ അടുത്ത വർഷകാലങ്ങളിലായിട്ടാണ് പാസ്പോർട്ടിന്റെ ഫോട്ടോ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നത്. തുടർന്ന് അങ്ങോട്ട് റേഷൻ കാർഡിന്റെയും അതുപോലെ തന്നെ ആധാറിന്റെയും എല്ലാം റേഷൻ കാർഡ് പോലെയുള്ള കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് വീണ്ടും നഷ്ടപ്പെട്ടു. ആധാറിന്റെ കാര്യങ്ങളും നമ്മൾ നഷ്ടപ്പെട്ടു. പക്ഷേ നമ്മൾ നിരന്തരമായ സമ്മർദ്ദത്തിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഇതിലൊരു മാറ്റം വരാൻ സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടത്. അത് ഉറപ്പായിട്ട് നമുക്കൊരു ഇത് കിട്ടിയില്ല. അതുകൊണ്ടാണ് അത് ഉറപ്പായിട്ട് 100% ഉറപ്പായിട്ട് നമുക്ക് പറയാൻ പറ്റും സാധിക്കും. പക്ഷേ ID കാർഡ് അല്ല, ആധാർ കാർഡ് നമ്മൾ റിന്യൂവൽ ചെയ്യുന്നത് നമ്മുടെ ഫോട്ടോ കൊടുത്താൽ, അതുപോലെ തന്നെ ഇലക്ഷൻ ID കാർഡ് റിന്യൂവൽ ചെയ്യാൻ നമ്മൾ പുതുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മളത് പുതിയ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ ഫോട്ടോ കൊടുത്താൽ അത് ഇപ്പോൾ ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. യൂണിറ്റ് പ്രസിഡന്റ് N പ്രദീപൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി MV സവിത സ്വാഗതം പറഞ്ഞു. ജില്ലാ സഹായനിധി കൺവീനർ PV അനിൽകുമാർ, TC പ്രവീൺ, A വിനോദ്, KV സഹദേവൻ, M പവിത്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. 39 വർഷം CRPF-ൽ സേവനം നടത്തി വിരമിച്ച് നാട്ടിലെത്തിയ ഇൻസ്പെക്ടർ ബാബു കൂടാളിക്ക് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ കണ്ണൂർ CRPF കൂട്ടായ്മ സ്വീകരണം നൽകി. ഓൾ ഇന്ത്യ പാരാമിലിറ്ററി അസോസിയേഷൻ എക്സ് സർവീസ്മെൻ കണ്ണൂർ, കാസർഗോഡ് ജനറൽ സെക്രട്ടറി ബാലകൃഷ്ണൻ C, CRPF പെൻഷനേഴ്സ് ഫോറം കണ്ണൂർ ജില്ലാ സെക്രട്ടറി ഗോപിനാഥൻ MK, അഡ്മിൻമാരായ സുരേഷൻ MV, രാജേന്ദ്രൻ നായർ തുടങ്ങിയവർ സ്വീകരണത്തിൽ പങ്കാളികളായി. അഡ്മിൻമാരായ പ്രദീപൻ KK, സുധീരൻ KV, രാജേഷ് VC, ശ്രീകാന്ത് K, സജീവൻ P എന്നിവർ നേതൃത്വം നൽകി. സ്വീകരണം ലഭിച്ചതിൽ വളരെ സന്തോഷമുണ്ടെന്ന് ബാബു പറഞ്ഞു. 39 വർഷത്തെ രാജ്യസേവനത്തിന് ശേഷമാണ് ബാബു കൂടാളിയൻ കണ്ണൂരിലെത്തിയത്. കണ്ണൂർ പേരാവൂരിൽ പരേതനായ പൊന്നമ്പത്ത് ബാലന്റെയും കൂടാളിയൻ നാരായണിയുടെയും മകനായി ജനിച്ച് പേരാവൂർ സെന്റ് ജോസഫ് ഹൈസ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസം നേടിയതിനു ശേഷം 1986-ലാണ് CRPF-ൽ ചേർന്നത്. RTC-3 പള്ളിപ്പുറത്തിൽ വിജയകരമായി ട്രെയിനിങ് പൂർത്തിയാക്കിയ അദ്ദേഹം ചണ്ഡീഗഡ്, മണിപ്പൂർ, ഗുജറാത്ത്, ജമ്മു കാശ്മീർ, ഡൽഹി, പഞ്ചാബ്,
തെലുങ്കാന, തമിഴ്നാട്, ഹരിയാന, ഉത്തർപ്രദേശ്, കേരളം, ആന്ധ്രാപ്രദേശ്, വെസ്റ്റ് ബംഗാൾ, ആസാം, ത്രിപുര, നാഗാലാൻഡ്, മിസോറാം എന്നീ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ട്. ബാബു കൂടാളിയൻ സർവീസിൽ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ആത്മാർത്ഥതയോടെയുള്ള സർവീസിന്റെ പ്രതീകമായി DIGP സിഗ്നൽ റേഞ്ച് കമൻഡറേഷൻ ലെറ്റർ ഫോർ എക്സലന്റ് പരേഡ്, അതുകൂടാതെ 26ഓളം ക്യാഷ് റിവാർഡും അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. കണ്ണൂർ തളാപ്പ് ശ്രീ സുന്ദരേശ്വര ക്ഷേത്രത്തിൽ സനാതന ധർമ്മ പഠന ശിബിരത്തിന് തുടക്കമായി. ഡോക്ടർ പുനലൂർ പ്രഭാകരൻ ഉദ്ഘാടനം നിർവഹിച്ചു. ശിബിരം ശനിയാഴ്ച സമാപിക്കും. വയൽ പോലെ, കടുകുപാടം പോലെ, ഗോതമ്പ് വയൽ പോലെയാണെന്ത് മതം. വ്യത്യാസം മനസ്സിലായോ? മതത്തിന് എങ്ങനെയാ? ഒറ്റ ആരാധനാ പദ്ധതിയാണ്. ഇത് മനസ്സിലാക്കണം. ഒറ്റയൊരു ആരാധനാ പദ്ധതിയാണ്. എല്ലാവരും ഇന്ന ദിവസം ആരാധന നടത്തണം. എല്ലാവരും ഇത്ര സമയം ആരാധന നടത്തണം. ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന ദിവസം ആഘോഷം, ആകെ വർഷത്തിലെ 2-3 ആഘോഷങ്ങൾ മാത്രം അല്ലെ? നിർബന്ധമായി ചില കാര്യങ്ങൾ ചെയ്യണം. ഇല്ലേ വിടുക? ഇല്ല. അവർ വളരെ നിയന്ത്രണത്തിലാണ്. അങ്ങനെയുള്ള കർശനമായ നിയമ വ്യവസ്ഥകൾ ഉള്ള സംവിധാനമാണെന്ത് മതം. പറയൂ. ഇതുപോലെ ചായത്തോടത്ത് പോയാൽ കാപ്പി കിട്ടുമോ? ചായ മാത്രമേ ഉള്ളൂ. വാഴത്തോടത്ത് പോയാൽ തെങ്ങുണ്ടാവോ? അവിടെ വാഴ മാത്രമേ ഉള്ളൂ അല്ലെ? റബ്ബർ തോട്ടത്ത് പോയാൽ വേറെ തണൽവൃക്ഷം ഉണ്ടാവുക? ഇല്ല, റബ്ബറേ ഉണ്ടാവും. അതിന്റെ ഇലകളൊക്കെ ഇങ്ങനെ എടുക്കുന്നില്ല, ചൂടുണ്ടാവും. നേരെ മറിച്ച് നല്ല SN വിദ്യാമന്ദിർ ഹാളിൽ ക്ഷേത്രം വൈസ് പ്രസിഡന്റ് TK രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ക്ഷേത്രം സെക്രട്ടറി KP വിനോദ് കുമാർ, ദീപിക ജയദാസ്, ഭാഗ്യശീലൻ ചാലാട് തുടങ്ങിയവർ സംസാരിച്ചു. സനാതനധർമ്മം എന്ന വിഷയത്തിൽ ഉണ്ണികൃഷ്ണൻ വാര്യർ പട്ടാനൂരും, നാടൻ ശീലുകൾ എന്ന വിഷയത്തിൽ ശരത് കൃഷ്ണ മയിലും സംസാരിച്ചു. ശനിയാഴ്ചയാണ് ശിബിരം സമാപിക്കുക. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഇനിയൊരു ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. KSFE ഏജന്റ്സ് അസോസിയേഷൻ CITU ജില്ലാ കൺവെൻഷൻ നടന്നു. ഏജന്റുമാരുടെ കമ്മീഷൻ വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം. സുസ്ഥിരവും സുരക്ഷിതവുമായ നിക്ഷേപമാണ് KSFE എന്ന് K മനോഹരൻ. നിരവധി മേഖലകളിൽ ചിട്ടിയുടെ കൈത്താങ്ങുണ്ടായിട്ടുണ്ടെന്നും മനോഹരൻ. കോർപ്പറേഷനിലെ UDF അഴിമതി. LDF നടത്തുന്ന അനിശ്ചിതകാല സത്യാഗ്രഹം തുടരുന്നു. 9 ദിവസം പിന്നിട്ടിട്ടും ബന്ധപ്പെട്ടവർ നിസ്സംഗത തുടരുന്നതായി VK പ്രകാശിനി. പയ്യാമ്പലം ശ്മശാനത്തിലെ കെടുകാര്യസ്ഥതയിലും രൂക്ഷ വിമർശനം. ഭരണകൂടം ഓട്ടോ തൊഴിലാളികളെ അവഗണിക്കുന്നു. കാര്യമറിയാതെയാണ് പലരും പ്രതികരിക്കുന്നതെന്ന് MA കരീം. മിനിമം ചാർജ് പോലും അപര്യാപ്തം. പരാമർശം ഓട്ടോ തൊഴിലാളി യൂണിയൻ STU തൊഴിലാളി സംഗമത്തിൽ. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. വാർത്തയിലേക്ക്. കണ്ണൂർ കോർപ്പറേഷനിലെ അഴിമതി അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് LDF നടത്തിക്കൊണ്ടിരിക്കുന്ന അനിശ്ചിതകാല റിലേ സത്യാഗ്രഹം 9 ദിവസം പിന്നിട്ടു. ഇന്നത്തെ ദിവസത്തെ സമരം VK ഗിരിജൻ ഉദ്ഘാടനം ചെയ്തു. MP രമേശൻ അധ്യക്ഷത വഹിച്ചു. PP അശോകൻ, KP പ്രശാന്തൻ, മഹിളാ അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് VK പ്രകാശിനി, MP പ്രദീപൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത് അതിന്റെ പിറകിൽ വലിയ തട്ടിപ്പാണ് നടക്കുന്നത്. ഒരുപക്ഷെ ഇലക്ട്രിക് ശ്മശാനമായാലോ ഗ്യാസ് ശ്മശാനമൊക്കെ ആയാൽ അതിനകത്തൊന്നും വലിയ തിരുമറി നമുക്ക് നടത്താൻ വേണ്ടി കഴിയില്ല. ഞങ്ങൾ മനസ്സിലാക്കിയത് ടൺ കണക്കിന് വിറകുകൾ ഇറക്കുന്ന
വിറക് ഇറക്കുന്ന ആളുകളുണ്ട്, ലോഡ് ചെയ്യുന്ന ആൾക്കാർ. അവർ പറഞ്ഞത് അവർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ അതിൻ്റെ ചില ശതമാനം, ഇത്ര ശതമാനം എന്നത് ചില ആളുകൾക്ക് കൈമാറണമെന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിലെല്ലാം വലിയ അഴിമതിയാണ്. വിറകും ചേരിയും ചിരട്ടയും ഒക്കെ കൊണ്ടുപോകുക. കാരണം അത്തരം കാര്യങ്ങളിലൂടെ ആകുമ്പോൾ മാത്രമേ അതിന് ആ രീതിയിൽ പണം സമാഹരിക്കാൻ വേണ്ടി കഴിയുള്ളൂ, അഴിമതി നടത്താൻ വേണ്ടി കഴിയുള്ളൂ. മറ്റ് കരണ്ടിലും അതുപോലെ തന്നെ വാതകത്തിലൊക്കെ ആകുമ്പോൾ അതിന് നമുക്കറിയാം ഏതാണ്ട് എത്ര യൂണിറ്റ് വൈദ്യുതിയാണ്, എത്രയാണ് ഗ്യാസ് ചിലവാകുന്നത് എന്ന്. അപ്പോൾ ഈ രീതിയിൽ ഇന്നും അവിടെയെല്ലാം ഗ്യാസ് ക്രിമിറ്റോറിയം സ്ഥാപിച്ചിട്ടുണ്ട്, ഇലക്ട്രിക് ക്രിമിറ്റോറിയം സ്ഥാപിച്ചിട്ടുണ്ട്. അതിലെല്ലാം കോടികളാണ് ചെലവഴിച്ചുള്ളത്. പൊതുപണമാണ് ഇതെല്ലാം ഉപയോഗിച്ചുള്ളത്. അപ്പം അത് ശാസ്ത്രീയമായ രീതിയിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ അത്തരം കാര്യങ്ങൾ ഒരുക്കുന്നതിന് ഭരണാധികാരികളുടെ ഭാഗത്തുനിന്ന്. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. 5 ദിവസങ്ങളിലായി മുണ്ടേരി കാവുള്ളപുരയിൽ ശ്രീ വിശ്വകർമ്മ ദേവി ക്ഷേത്രത്തിൽ നടന്ന പ്രതിഷ്ഠാ കർമ്മത്തിനും തിരുമഹോത്സവത്തിനും സമാപനമായി. സമാപന ദിവസം ധർമ്മദേവം, ഗുളികൻ ദേവം, ബാലി, തായ് പരദേവതയുടെ തിരുമുടി, രക്തചാമുണ്ടി അമ്മയുടെ പുറപ്പാട്, കൂടിയാട്ടം എന്നിവയും നടന്നു. തിരുമുടി ആറാടിക്കലോടുകൂടി ഉത്സവത്തിന് സമാപനമായി. നിരവധി ഭക്തജനങ്ങൾ സന്നിഹിതരായിരുന്നു. തൊട്ടട നാഷണൽ സ്പോർട്സ് ക്ലബ്ബ് സൗജന്യ കോച്ചിങ്ങിന് തുടക്കമായി. ക്യാമ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. 57 കുട്ടികൾ പങ്കെടുക്കുന്ന 2 മാസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പ് അമ്മൂപ്പറമ്പിലാണ് നടക്കുന്നത്. 70 വർഷം മുന്നേ ഈ പ്രദേശത്ത് പ്രവർത്തിക്കുന്ന നാഷണൽ ക്ലബിന് സംസ്ഥാന യുവജന ബോർഡ്, നെഹ്റു യുവകേന്ദ്ര എന്നിവയിൽ അംഗത്വമുണ്ട്. സ്വന്തമായി കെട്ടിടവും മറ്റ് സാമഗ്രികളും ഉള്ള ക്ലബിന് നിരവധി കായിക താരങ്ങളെ സൃഷ്ടിച്ചെടുക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ക്ലബിന്റെ ഭാരവാഹികളായ പ്രസിഡന്റ് ഹരീന്ദ്രനാഥ്, സെക്രട്ടറി അരവിന്ദൻ മാസ്റ്റർ, ഇന്ത്യൻ താരം MP പ്രദീപ്, കോച്ച് രജീഷ്, ഇന്ത്യൻ ആർമി രാജേഷ്, കോച്ച് എന്നിവർ സന്നിഹിതരായി. നമ്മുടെ നാട്ടിൽ വളർന്നു വരുന്ന പ്രിയപ്പെട്ട മക്കൾക്ക് ആവശ്യമായ പരിശീലനം നൽകുന്നതിനുള്ള ഒരു പരിശീലനം നൽകി. കഴിഞ്ഞ 58 വർഷമായി സേവനമനുഷ്ഠിക്കുന്ന നിരവധി ടൂർണമെന്റുകൾ, നിരവധി സംഘാടനങ്ങൾ, യുവാക്കളെ ആകർഷിക്കാൻ കഴിയുന്ന ബഹുമുഖമായ പരിപാടികൾ നടത്തി ഒരു സ്പോർട്സ് ക്ലബ്ബ് എന്ന നിലയ്ക്ക് അഭിമാനോജ്വലമായ പദവി അലങ്കരിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു നാടിന്റെ കരുത്തിന്റെ ഭാഗമാണ് നമ്മുടെ ആ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഇതുപോലെ പരിപാടികൾ വളർന്നു വരുന്ന മക്കൾ, നിങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന കലാപ്രതിഭകളെ ഇപ്പോൾ കണ്ടുപിടിക്കാൻ കഴിയില്ലെങ്കിലും നിങ്ങളെല്ലാം തന്നെ ദേശീയ താരങ്ങളോ അന്തർദേശീയ താരങ്ങളായി മാറേണ്ടവരാണ്. അതിനാവശ്യമായ നിലയുള്ള ഒരു അടിത്തറ പാകുന്നതിന് പരിശീലനം സംഘടിപ്പിക്കുന്ന നിങ്ങളുടെ ഈ പരിശീലനത്തിന് വിജയകരമായി തീരട്ടെ എന്ന് അമ്മൂപ്പറമ്പിലെത്തിയാൻ പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. നിരവധി സ്പോർട്സ് പ്രേമികളും രക്ഷിതാക്കളും പങ്കെടുത്ത പരിപാടിയിൽ മുൻ ക്ലബ്ബ് കളിക്കാരായ VC വിജയൻ, ഗംഗാധരൻ, സത്യൻ എന്നിവരുടെ സാന്നിധ്യവും ശ്രദ്ധേയമായി. നാഷണൽ സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഈ സമ്മർ കോച്ചിങ് ക്യാമ്പാണ്. സമ്മർ കോച്ചിങ് ക്യാമ്പാണ് ഇവിടെ ഇന്ന് മുതൽ തുടങ്ങിയിരിക്കുന്നത്. അമ്മപ്പുറത്ത് ഗ്രൗണ്ടിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യത്തെ ഒരു ഉദ്യമമാണ് നമ്മുടെ നാഷണൽ ക്ലബിന്റെ. ഇതിൽ 10-ഓളം കുട്ടികളുടെ പാർട്ടിസിപ്പേഷൻ ഉണ്ട്. അതുപോലെ തന്നെ അവരുടെ ഫാമിലിയുടെ എല്ലാവരുടെയും പിന്നെ ഈ ക്ലബ് മെമ്പേഴ്സിന്റെ ഇത്രയൊക്കെ കാണാൻ പറ്റും. ഇത്രയും ഈ ജയിച്ചിരിക്കുന്ന എല്ലാവരും ക്ലബ് മെമ്പേഴ്സാണ്. അതായത് ഇപ്പോഴുള്ള മെമ്പേഴ്സുണ്ട്, പിന്നെ പഴയ കളിക്കാരും ഉണ്ടായിട്ടില്ല. അവരെല്ലാം ഉത്സവത്തിൻ്റെയും അതുപോലെ തന്നെ എഫോർട്ടിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനൊരു ഫ്രീ കോച്ചിങ് ക്യാമ്പ് നടത്താൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ രാജുവും രജീഷും പിന്നെ ഞാനും ഉണ്ടാവും ഇടയ്ക്ക് കോച്ചിങ്ങായിട്ട്. അങ്ങനെ ഇപ്പം നമുക്കറിയാം കുറച്ച് സമയത്തേക്ക് ഈ ഗ്രൗണ്ടിലുണ്ടാവും ഒരു 10 ദിവസത്തേക്ക്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ അപ്പുറത്ത് ബോളിംഗ് ഗ്രൗണ്ടിലായിരിക്കും പ്രാക്ടീസ് ചെയ്യാൻ ചോദിച്ചിരിക്കുന്നത്. അത് നടക്കുന്നത് വരും വർഷങ്ങളിൽ നമുക്ക് ക്ലബിന് വേണ്ടിയിട്ടൊരു 5-8 താരങ്ങളെ വാർത്തെടുക്കാൻ ക്ലബിന് സ്വന്തമായിട്ട് ടീമുണ്ട്. ആ ടീമിന് പ്രാദേശിക ടൂർണമെന്റ് കളിക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിലൊരു ടീമിനെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു ഉദ്യമം തുടങ്ങി വെച്ചിരിക്കുന്നത്. അത് സക്സസ്ഫുൾ ആവുമെന്നാണ് വിചാരിക്കുന്നത്. ക്ലബിന്റെ ലീഗ് ടൂർണമെന്റ് വർഷങ്ങളായി അമ്മൂപ്പറമ്പിൽ നടന്നു വരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്.
ചിറക്കൽ ചാമുണ്ടിക്കോട്ടത്തെ കളിയാട്ടം തിങ്കളാഴ്ച വൈകിട്ട് നടന്ന വലിയ വട്ടളം ഗുരുതിയോടുകൂടി സമാപിച്ചു. 87 തെയ്യക്കോലങ്ങൾ 4 ദിവസങ്ങളിലായി കെട്ടിയാടി. പത്മശ്രീ നേടിയ EP നാരായണ പെരുവണ്ണാനാണ് തിരുവർക്കാട്ട് ഭഗവതിയുടെ കോലമണിഞ്ഞത്. ഡിഗ്രി വിദ്യാർത്ഥി അഴീക്കോട്ടെ കരുവയൽ വിഷ്ണു തീച്ചാമുണ്ടിയുടെ കോലമണിഞ്ഞ് അഗ്നിപ്രവേശം നടത്തി. ചെറുപുഴ നന്ദകുമാർ ചിങ്കം പുലിച്ചാമുണ്ടിയുടെ കോലക്കാരനായി. തായ്പര ദേവത കലശം ദിനേശൻ പെരുവണ്ണൻ നടത്തി. ഒടുവിലത്തെ ചടങ്ങായ വലിയ വട്ടളം ഗുരുതിക്ക് ശ്രീജേഷ് എംബ്രോൾ കാർമ്മികത്വം വഹിച്ചു. തിരുവിതാംകൂർ രാജപ്രതിനിധിയായി നാലപ്പാട്ട് ലക്ഷ്മിബായി, ചിറക്കൽ പ്രതിനിധിയായി വലിയ രാജ CK രാമവർമ്മ രാജ, CK സുരേഷ് വർമ്മ തുടങ്ങിയവർ നേതൃത്വം വഹിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ STUവിന്റെ നേതൃത്വത്തിൽ തൊഴിലാളി സംഗമവും സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ അനുസ്മരണവും പെരുന്നാൾ വിഷു കിറ്റ് വിതരണവും നടത്തി. STU ദേശീയ വൈസ് പ്രസിഡന്റ് MA കരീം ഉദ്ഘാടനം ചെയ്തു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓട്ടോറിക്ഷ തൊഴിലാളികളെ സംബന്ധിച്ച് നിരവധി പ്രശ്നങ്ങളുണ്ട്. നമുക്കറിയാം, നമുക്ക് ഗവൺമെന്റും നമ്മുടെ മന്ത്രിയൊക്കെ തന്നെ ഈ ഓട്ടോറിക്ഷ തൊഴിലാളികളെ സംബന്ധിച്ച് വളരെ വളരെ കർക്കശമായ ഭാഷകൾ പറയുകയാണ്. ചില കാര്യങ്ങളിൽ മന്ത്രി പറഞ്ഞ കാര്യമുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. മന്ത്രി പറഞ്ഞ 3 പോയിന്റാണ്. ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഓട്ടോറിക്ഷക്കാരെ വിളിച്ചാൽ അവർ യഥാസ്ഥലത്ത് പോകുന്നില്ല എന്നുള്ളതാണ്. അത് ടാക്സി പെർമിറ്റ് കിട്ടിയ ഒരു വണ്ടി ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് ശരിയല്ല എന്ന അഭിപ്രായം എനിക്ക് വ്യക്തിപരമായിട്ടുണ്ട്. പക്ഷേ മന്ത്രി മനസ്സിലാക്കേണ്ടത് ഈ ഓട്ടോറിക്ഷകൾ പോകുന്നില്ല എന്ന് പറയാനുള്ള കാരണങ്ങൾ എവിടെയാണ്? അതിന്റെ വരുമാനമായി ബന്ധപ്പെട്ടതാണ്. എന്ന് പറഞ്ഞാൽ ഒരു ഓട്ടോറിക്ഷക്ക് സാധാരണഗതിയിൽ 30 ഉറുപ്പിക മിനിമം വേജസ് ഉള്ള നിശ്ചയിച്ചിട്ടുള്ള ഓട്ടോറിക്ഷ ഒരു 1.5 കിലോമീറ്റർ പോയിട്ട് ആ 1.5 കിലോമീറ്റർ തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ ആ 30 കിട്ടണമെന്നില്ല. അപ്പോൾ മിനിമം ചാർജ് 30 രൂപ നിശ്ചയിച്ചിട്ടുള്ള ഓട്ടോറിക്ഷ പോയി വരുമ്പോൾ ഉണ്ടാകുന്ന 1.5 കിലോമീറ്ററും ഇങ്ങോട്ട് വരുന്ന 1.5 കിലോമീറ്ററും 3 കിലോമീറ്ററായി. പിന്നെ അവിടെ ഒരു പാർക്ക് 2-3 മിനിറ്റ് സ്റ്റാർട്ടിങ്ങിൽ വെച്ചാൽ ഉണ്ടാകാവുന്ന വിഷയം അതുമുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു 50 ഉറുപ്പികന്റെ ഓട്ടമുള്ളിടത്താണ് 30 ഉറുപ്പിക മിനിമം ബേസ് കിട്ടുന്നത്, അല്ലെ? മിനിമം ചാർജ് കിട്ടുന്നത്. ഇതാണ് മിക്കവാറും തൊഴിലാളികളെ ഇപ്പോൾ അവിടെ പോകാൻ കഴിയില്ല എന്ന് പറയുന്ന വികാരം. അതാണ് പരിഹാരം. എന്താണ്? പാണക്കാട്ട് കുടുംബവും തങ്ങൾമാരും ബഹുസ്വര സമൂഹത്തിന്റെ അംഗീകാരം ഉള്ളവരാണെന്നും പാവപ്പെട്ടവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താനാണ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും ഹൈദരലി ശിഹാബ് തങ്ങളും ആവശ്യപ്പെട്ടതെന്നും കരീം അനുസ്മരിച്ചു. ഓട്ടോറിക്ഷ തൊഴിലാളികൾ രൂക്ഷമായി വിമർശിക്കപ്പെടുമ്പോഴും പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ മിനിമം ചാർജ് കാലോചിതമായി വർദ്ധിപ്പിക്കുകയും ടാക്സി വാഹനങ്ങൾക്ക് പെട്രോളിന് സബ്സിഡി നൽകണമെന്നും MA കരീം ആവശ്യപ്പെട്ടു. അഷ്റഫ് ബംഗാളി മൊഹല്ല അധ്യക്ഷത വഹിച്ചു. KP വിജേഷ്, P അസ്ലം, K വിനോദ്, റിജിൽ, നീരജ്, M നിയാസ്, P അലി, PP നവാസ്, G സുമേഷ്, അബ്ദുറഹ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. അഴീക്കോട് 3 നിരത്ത് വയലിൽ ശ്രീ കൂറുമ്പ ഭഗവതി ക്ഷേത്ര താലപ്പൊലി മഹോത്സവത്തിന് തുടക്കമായി. ഞായറാഴ്ച കലവറ നിറയ്ക്കൽ ഘോഷയാത്രയോടെയാണ് തുടക്കമായത്. രാവിലെ പള്ളിക്കുന്ന് ശ്രീ മൂകാംബിക ക്ഷേത്രത്തിൽ നിന്നും ബ്രഹ്മകലശം എഴുന്നള്ളിപ്പും തുടർന്ന് കൊടിയേറ്റും നടന്നു. ഏപ്രിൽ 4-ന് തേരുകയറ്റലോടെ കൊടിയിറക്കമാവും. കലവറ നിറയ്ക്കൽ ഘോഷയാത്രയിൽ 25-ൽ പരം കലാകാരന്മാരെ അണിനിരത്തി കണ്ണൂർ വാദ്യസംഘം പയ്യട്ടത്തിന്റെ ചെണ്ടമേളവും അരങ്ങേറി. മുത്തുകുടകൾ താലപ്പൊലിയേന്തിയ ബാലികാമാരോടുകൂടി അഴീക്കോട് ഉപ്പായിച്ചാൽ ശാന്തി മഠത്തിൽ നിന്നും ബ്രഹ്മശ്രീ സ്വാമി ആത്മചൈതന്യ ഭദ്രദീപം കൊളുത്തിയാണ് ക്ഷേത്രത്തിലേക്ക് ഘോഷയാത്ര പുറപ്പെട്ടത്. ഏപ്രിൽ 1 ചൊവ്വാഴ്ച പള്ളിക്കുന്ന് ശ്രീ മൂകാംബിക ക്ഷേത്രത്തിൽ നിന്നും ബ്രഹ്മകലശം എഴുന്നള്ളിപ്പും തുടർന്ന് കൊടിയേറ്റവും നടന്നു. വൈഖരി മാതൃസമിതിയുടെ നാമജപം, ക്ഷേത്രപ്രവേശനം, തിരുവായുധം എഴുന്നള്ളിപ്പ്
എഴുന്നള്ളത്ത് തേരിറക്കൽ, നട എഴുന്നള്ളത്ത് ദീപാരാധന സന്ധ്യാവേല, അരിയും പൂവും വെപ്പ്, ഗുളികൻ ശാസ്തപ്പൻ എരഞ്ഞിക്കൽ ഭഗവതി വിഷ്ണുമൂർത്തി നേർച്ച തെയ്യങ്ങളുടെ വെള്ളാട്ടവും ശാസ്തപ്പൻ എരഞ്ഞിക്കൽ ഭഗവതി എന്നീ തെയ്യക്കോലങ്ങൾ കെട്ടിയാടും. ഭൈരവൻ ശാസ്തപ്പൻ ഖണ്ഡകർണൻ വസൂരിമാല തെയ്യങ്ങളുടെ വെള്ളാട്ടവും നടക്കും. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറും. വ്യാഴാഴ്ച വിഷ്ണുമൂർത്തിയുടെ തീവണക്കമുണ്ടാകും. കലശം വരവ്, താലപ്പൊലി വരവ്, കളംമായ്ക്കൽ എന്നീ ചടങ്ങുകൾക്ക് ശേഷം പുലർച്ചെ 5 മണിക്ക് തീച്ചാമുണ്ടിയുടെ അഗ്നിപ്രവേശം, പൊലിക്കാണം, ധൂളി ആരാധന, ആറാടിച്ച് പാദം കുളിർപ്പിക്കൽ, തേര് കയറ്റൽ എന്നിവയ്ക്ക് ശേഷമാണ് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷം 3-നും ഇടയിൽ കൊടിയിറക്കം നടക്കുക. സിറ്റി ന്യൂസ്, കണ്ണൂർ. കണ്ണൂർ നഗരത്തിലെ ശ്രീ കാമാക്ഷി അമ്മൻ കോവിൽ പ്രതിഷ്ഠാദിന മഹോത്സവത്തിന് തുടക്കമായി. 3 ദിവസങ്ങളിലായി നടക്കുന്ന പ്രതിഷ്ഠാദിന മഹോത്സവത്തിൽ ജീവരാജാചാര്യ ഗുരുസ്വാമികളാണ് കാർമ്മികത്വം വഹിക്കുന്നത്. മംഗളവാദ്യം, വേദപാരായണം, വിഘ്നേശ്വര പൂജ, പുണ്യാഹ വചനം തുടങ്ങിയ താന്ത്രിക കർമ്മങ്ങൾ 3 ദിവസങ്ങളിലായി നടക്കും. 3-ാം ദിവസം ഉച്ചയ്ക്ക് പ്രസാദ സദ്യയും ഉണ്ടാകും. ഇനി സ്വർണം വെള്ളി നിരക്ക്. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 8,510, പവന് 68,080 രൂപ, വെള്ളി 111 രൂപ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. KSFE ഏജന്റ്സ് അസോസിയേഷൻ CITU ജില്ലാ കൺവെൻഷൻ നടന്നു. ഏജന്റുമാരുടെ കമ്മീഷൻ വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം. സുസ്ഥിരവും സുരക്ഷിതവുമായ നിക്ഷേപമാണ് KSFE എന്ന് K മനോഹരൻ. നിരവധി മേഖലകളിൽ ചിട്ടിയുടെ കൈത്താങ്ങുണ്ടായിട്ടുണ്ടെന്നും മനോഹരൻ. കോർപ്പറേഷനിലെ UDF അഴിമതി, LDF നടത്തുന്ന അനിശ്ചിതകാല സത്യാഗ്രഹം തുടരുന്നു. 9 ദിവസം പിന്നിട്ടിട്ടും ബന്ധപ്പെട്ടവർ നിസ്സംഗത തുടരുന്നതായി VK പ്രകാശിനി. പയ്യാമ്പലം ശ്മശാനത്തിലെ കെടുകാര്യസ്ഥതയിലും രൂക്ഷ വിമർശനം. ഭരണകൂടം ഓട്ടോ തൊഴിലാളികളെ അവഗണിക്കുന്നു. കാര്യമറിയാതെയാണ് പലരും പ്രതികരിക്കുന്നതെന്ന് MA കരീം. മിനിമം ചാർജ് പോലും അപര്യാപ്തം. പരാമർശം ഓട്ടോ തൊഴിലാളി യൂണിയൻ STU തൊഴിലാളി സംഗമത്തിൽ. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.